AD 1063 ഗുജറാത്തിലെ സോളങ്കി രാജവംശത്തിലെ ഭീംദേവ് ഒന്നാമൻ രാജാവിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ പത്നി ഉദയമതി രാജ്ഞി പണികഴിപ്പിച്ച റാണി കി വാവ് ഭർത്താവിനോടുള്ള അനശ്വര സ്നേഹത്തിൻ്റെ സ്മാരകമാണ്. സാധാരണയായി സ്തൂപങ്ങളോ ക്ഷേത്രങ്ങളോ പണിയുന്നതിന് പകരം ഉദയമതി തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിണറാണ്. പുരാതന ഭാരതീയ വിശ്വാസമനുസരിച്ച് ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. തൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ ഈ ജലക്ഷേത്രം സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. 1063 തുടങ്ങിയ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം 20 വർഷമെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതീവ തേജസ്സും ധർമ്മനിഷ്ഠയുള്ളവളാണ് ഉദയമതി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ അവർ പൂർണ്ണമായും തൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായുള്ള റാണി കി വാവ് എന്ന വിസ്മയ കിണറിൻ്റെ നിർമ്മാണത്തിനായി നീക്കിവെച്ചു. എന്നാൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് അവർ അന്തരിച്ചോ അതോ പൂർത്തിയായത് കണ്ടിട്ടാണോ വിടവാങ്ങിയത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. ചില രേഖകൾ പ്രകാരം കിണറിൻ്റെ പൂർത്തീകരണം കാണാൻ അവർക്ക് സാധിച്ചില്ല. സരസ്വതി നദിക്കരയിൽ നിർമ്മിക്കപ്പെട്ട ഈ കിണർ പിന്നീട് ഗതി മാറി ഒഴുകിയതിനെ തുടർന്ന് ചെളി മൂടി നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലായിരുന്നു. 1980കളിൽ പുരാവസ്തു ഗവേഷകർ ഇത് വീണ്ടെടുക്കുമ്പോൾ അതിലെ ശില്പങ്ങൾ കേടുപാടുകൾ കൂടാതെ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടിരുന്നു. സാധാരണ ക്ഷേത്രങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ റാണി കി വാവ് ഭൂമിക്കടിയിലേക്ക് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം പോലെയാണ്. ജലത്തിൻ്റെ പവിത്രതയെ ഇത് സൂചിപ്പിക്കുന്നു. ഏകദേശം 64 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും 27 മീറ്റർ ആഴമുള്ള ഇതിന് 7 നിലകളുണ്ട്. ഓരോ നിലയിലും മനോഹരമായി കൊത്തിവെച്ച തൂണുകളും തട്ടുകളുമുണ്ട്. ഇവിടെയുള്ള 800-ലധികം വലിയ ശില്പങ്ങളിൽ ഭൂരിഭാഗവും മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടുള്ളവയാണ്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും അതിമനോഹരമായി ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിലെ നിലയിൽ വിഷ്ണു ഭഗവാൻ പാലാഴിയിൽ അനന്തന് മുകളിൽ പള്ളി കൊള്ളുന്ന രൂപത്തിലുള്ള ശില്പം കാണാം. അപ്സരസുകൾ, ഗന്ധർവന്മാർ, മുനികൾ, വിവിധ രൂപത്തിലുള്ള സ്ത്രീരൂപങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ കൊത്തുപണികൾ നിറഞ്ഞ ശില്പങ്ങളുമുണ്ട്. 2014 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ജല സംരക്ഷണത്തിനായുള്ള പഴയകാല സാങ്കേതികവിദ്യയുടെയും കലയുടെയും ഉത്തമ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. നമ്മുടെ 100 രൂപ നോട്ടിൽ റാണി കി വാവിൻ്റെ ചിത്രം കാണാം. ഇത് രാജ്യത്തിൻ്റെ പൈതൃകത്തോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു. ഗുജറാത്തിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് റാണി കി വാവ്.